കല്യാണി, ഭക്ഷണമൊക്കെ റെഡിയല്ലേ? എല്ലാം റെഡിയാ വലിയ. ഏതായാലും എങ്ങനെയുണ്ടോ നോക്കാം. ഗുഡ്. അറിയാലോ, ആരും ഒരു കുറ്റവും പറയാൻ നോക്കണം. ടേസ്റ്റ് ഒക്കെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് വേണം കൊടുക്കാൻ. ശരി വലിയ, ഞാൻ ശ്രദ്ധിച്ചോളാം. വന്നോളൂ. ഹോ, കൊള്ളാം കേട്ടോ, സമ്മതിച്ചു, അടിപൊളി. ഇരിക്കെ. ഇത് കൊള്ളാലോ. മുഖത്ത് മാസ്ക് ഇട്ടിട്ടാണോ പടം വരയ്ക്കുന്നത്? സാറ് കലാഗ്രാമത്തിലെ കൃഷ്ണമൂർത്തി അല്ലേ? അതെ. കണ്ണുകൾ മാത്രം നോക്കി മുഖം വരയ്ക്കും. ഒരു എക്സ്പെരിമെന്റാ. അതൊരു വലിയ സിദ്ധിയാണല്ലോ. വെറും കണ്ണുകൾ മാത്രം നോക്കി മുഖം വരയ്ക്കാന്ന് വെച്ചാ അതൊരു അത്ഭുതം തന്നെയാ. ഇതെല്ലാം ഞാൻ കണ്ണുകൾ മാത്രം നോക്കി വരച്ച ചിത്രങ്ങളാ. അതുമാത്രമല്ല, ഈ നിൽക്കുന്നവരെല്ലാം അങ്ങനെ സ്വന്തം മുഖം വരച്ചു കാണാൻ നിൽക്കുന്നവരാ. ഞാൻ ആനന്ദ് കൃഷ്ണൻ, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ. അറിയാം സാർ. ഞാൻ നിങ്ങളുടെ കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോറ്റിയുടെ ഫ്രണ്ടാ. ഓ, കലാഗ്രാമം കൃഷ്ണമൂർത്തി. പോറ്റി പറഞ്ഞിട്ടാ വന്നത്. ഈ വരുന്ന 14-ന് കൊളംബോയിൽ എന്റെ ഒരു ചിത്ര പ്രദർശനമുണ്ട്. അതിന് കുറച്ച് കളക്ഷൻസ് വേണം. എന്നാ പിന്നെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി. ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? ഏയ്, ഒരിക്കലുമില്ല. പിന്നെ ഞാനൊരു കണ്ണിന്റെ ഫോട്ടോ തരാം. അത് വെച്ച് ആ കണ്ണിന്റെ ഉടമയെ വരച്ചു തരാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. വൈ നോട്ട്? തീർച്ചയായും വരച്ചുതരാം സാർ. ചേടാ, ഈ ആനന്ദിന് ഇത് എന്തിന്റെ സൂക്കേടാ? ആ കണ്ണുകൾ വെച്ച് ഇയാളെ കല്യാണിയുടെ മുഖം എങ്ങാനും വരച്ചു കൊടുത്താ അതോടെ തീർന്നു ഇല്ല. അയ്യോ, ഇനി എന്താ ഒരു മാർഗം? ആ കണ്ണുകളൊന്ന് കാണിക്കാമോ? ഓക്കെ. ഷോ, ഇതാകെ കുഴപ്പമാവുമല്ലോ. എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നേ? ഉറപ്പായിട്ടും വരയ്ക്കാം സാർ. പക്ഷേ കുറച്ച് സമയം വേണം വരയ്ക്കാൻ. നോ പ്രോബ്ലം, ടേക്ക് യുവർ ഓൺ ടൈം. ഉറപ്പായിട്ടും വരയ്ക്കാം സാർ. പക്ഷേ കുറച്ച് സമയം വേണം വരയ്ക്കാൻ. നോ പ്രോബ്ലം, ടേക്ക് യുവർ ഓൺ ടൈം. അങ്ങനെയെങ്കിൽ ഈ ഇമേജ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്തേക്ക്. ഷുവർ. സാറിന്റെ നമ്പർ എന്ന് പറഞ്ഞു? 9847. അതെ അതെ. തൃച്ചംബരത്തെ കുറച്ച് ട്രഡീഷണൽ ചടങ്ങുകളാണ് നടക്കുന്നത്. ഒരുപാട് പേരൊന്നുമില്ല, കുറച്ചു പേര് മാത്രം, വളരെ വേണ്ടപ്പെട്ടവര്. തൃച്ചംബരത്തെ കാരണവർക്ക് കല്യാണക്കുറി കൊടുക്കുന്നതാ ചടങ്ങെന്ന് തോന്നുന്നു. അതെ അതെ അതെ. പിന്നെ നീ ഒന്ന് വന്നേ, ഒരു കാര്യമുണ്ട്. നന്ദന, ഞാൻ ഇപ്പൊ വരാവേ. അതെ അതെ അതെ. ശരി എന്നാ, ഓക്കെ. ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. ഇതല്ലേ? ഇത് തന്നെ. ആന്റി, എന്ത് പറ്റി? ആകെ ടെൻഷനിലാണെന്ന് തോന്നല്ലോ. അതെ. നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. കണ്ടില്ലേ, ആ വരപ്പുകാരൻ വെറും കണ്ണുകൾ കണ്ടാൽ മുഖം വരയ്ക്കുന്ന ആളാ. ലോഗോ കണ്ണുകൾ വെച്ച് അയാൾ മുഖം വരച്ച അത് കല്യാണിയുടേതാണെന്ന് ആനന്ദ് അറിയും. ദൈവമേ. നീ പോയി ആനന്ദിനെ എന്തെങ്കിലും പറഞ്ഞ് വിളിച്ചോണ്ട് പോ, അല്ലെങ്കിൽ കുഴപ്പാ. ചെല്ലിപ്പോ.
ഇനിയിപ്പോ അവൾ അത് നോക്കിക്കോളും. എനിക്കിനി എന്റെ കാര്യം നോക്കാലോ. ഉം. സർ, ദിസ് ഈസ് മൈ വിസിറ്റിംഗ് കാർഡ്. ആ ഞാൻ 2 ദിവസം ഹോട്ടൽ മേനകയെ കാണും. ആ ഓക്കെ. എന്റെ 2 നമ്പർ അതിലുണ്ട്. ആ ആനന്ദേ, ഉം? ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയോ? ആന്റി വിളിക്കുന്നു, അർജന്റ്. ഇതാ വരുന്നു. ഓക്കെ സർ, യു പ്ലീസ് ക്യാരി ഓൺ. ഓക്കെ. ശോ, ആ വൃത്തികെട്ടവള് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നിൽക്കുകയാണല്ലോ. ഇപ്പൊ എന്താ ഒരു വഴി? കല്യാണി, എല്ലാം റെഡിയല്ലേ? ആ റെഡിയാ മേഡം. ആ അതെ, നിന്നിവിടെ ആനന്ദ് തിരക്കുന്നുണ്ടേ. അഖിലാണ്ടേശ്വരി നിന്നെ നാട് കടത്തും. കടത്തിക്കും ഞാൻ. ഇത് നീ തന്നെ എനിക്ക് വെച്ച് തന്ന അവസരം, വിലാസിനിക്ക് കിട്ടിയ അവസരം. കാണാം നമുക്ക്. കല്യാണി, നീ ധൈര്യമായിട്ട് പോ. ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. സൗത്ത് ഇന്ത്യയിലെ മികച്ച ബ്രാൻഡ് അംബാസിഡർ അവാർഡ് കിട്ടിയ നിന്നെ ആരെയോ പരിചയപ്പെടുത്താനാ ആനന്ദ് വിളിച്ചത്. ചെല്ല്. ശരി, ഒരു മിനിറ്റ്. ചേച്ചി, അവരെനിക്കൊരു വിശ്വാസമില്ല. ചേച്ചി നോക്കിക്കൊള്ളേ. ഞാനിപ്പോ വരാം. കല്യാണി പോയിട്ട് വാ, ഇവിടെ ഞാൻ നോക്കിക്കോളാം. ശരി ചേച്ചി. ആ പോ. സൂപ്പർ. ആഹാ, ഒരു സ്പൂൺ എടുത്തേ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനാ. അയ്യോ, എടുക്കെടുക്ക്. അയ്യേ, ഇങ്ങനെയല്ല. കഴുകിയിട്ട് കൊണ്ടുവന്ന് അടച്ചു വെക്ക്. പോ.
സ്പൂൺ എവിടെ? ആ, നന്നായിട്ട് ഇളക്കിയിട്ടേ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ എടുത്തേ. സത്യം പറയാലോ, എന്തൊക്കെ പറഞ്ഞാലും കല്യാണിയുടെ കൈപ്പുണ്യം സമ്മതിക്കണം. ആ, എന്നെ അടച്ചു വെച്ചേക്ക്. ആ മാഡം, ആ, നീ അതിനു മുമ്പ് ഇങ്ങ് വന്നോ? അത് വല്യഞ്ഞിനെ അവിടെ ഒന്നും കണ്ടില്ല. ആ, ശരി ശരി, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. ആ, പാചകമൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ കല്യാണി. ചേച്ചി, കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? ഏയ് ഒന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പഴാ ഒന്ന് സമാധാനം വന്നത്. ഞാൻ വിചാരിച്ചു അവരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ വന്നതായിരിക്കും. ആ, ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ നളപാചകം തീരുവടി. മാത്രമല്ല, ഈ തൃച്ചംബരത്ത് നിന്ന് എന്നേക്കുമായി നീ ഔട്ട്. എപ്പോ നോക്കില്ലൊരു മൊബൈലിൽ കളി. ഇനി ഇതെടുത്ത് നോക്കിക്കോ. എല്ലാവർക്കും നമസ്കാരം. ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാനെത്തിയ തൃച്ചംബരം കുടുംബാംഗങ്ങൾക്ക് ആദ്യം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട വലിയമ്മാവന് വിവാഹ ക്ഷണപത്രിക സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങുന്ന പരമ്പരാഗതമായ ചടങ്ങ് മാത്രമാണിത്. കൂടുതൽ വിവരങ്ങൾ ഇനി കൃഷ്ണേട്ടൻ പറയും. കൃഷ്ണേട്ടാ. വലിയമ്മാവനും നിങ്ങൾ ഓരോരുത്തർക്കും നമസ്കാരം. ഞങ്ങളുടെ 2 മക്കളുടെയും കല്യാണം ഒരേ മണ്ഡപത്തിൽ വെച്ച് ഒരേ സമയത്ത് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും കുടുംബത്തോടൊപ്പം വന്ന് കല്യാണത്തിൽ പങ്കെടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി തൃച്ചംബരത്തെ മുതിർന്ന കാരണവരായ വല്യമ്മാവനെ ക്ഷണപത്രിക ഏറ്റുവാങ്ങാനും 2 വാക്ക് സംസാരിക്കുവാനും ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.
കൂടുതൽ സംസാരിക്കുന്നില്ല. വിവാഹബന്ധത്തിലൂടെ ഒന്നാകാൻ പോകുന്ന നമ്മുടെ കുട്ടികളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അരവിന്ദ്, കല്യാണിയോട് ഫുഡ് വിളമ്പാനുള്ള ഏർപ്പാട് ഞാൻ പറയും. ശരി. എല്ലാവരും വിളമ്പാൻ റെഡിയായിക്കോ. ഫുഡ് കൊടുക്കാൻ സമയമായിട്ടുണ്ടാവും. പ്ലേറ്റ് എല്ലാം റെഡിയാക്കി വെച്ചോ. ഹലോ, എന്താണ് കല്യാണി? ഫുഡൊക്കെ റെഡിയല്ലേ? ആ, ഫുഡൊക്കെ ഉടനെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പെടുത്താൻ പറഞ്ഞു അമ്മ. ആ, എല്ലാം ഓക്കെ ആനിയ കുഞ്ഞെ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പിന്നെന്താ? ഇതെന്താ? കൂട്ടുകറിയാ. കല്യാണി, ഫുഡൊക്കെ റെഡിയല്ലേ? ആ, ഫുഡൊക്കെ ഉടനെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പെടുത്താൻ പറഞ്ഞു അമ്മ. ആ, എല്ലാം ഓക്കെ ആനിയ കുഞ്ഞെ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പിന്നെന്താ? ഇതെന്താ? കൂട്ടുകറിയാ. കൊള്ളാം. കുറച്ച് എങ്ങനെയുണ്ട്? ഇട്ടോളൂ ഇട്ടോളൂ. ഔ, എന്താ ടേസ്റ്റ്! നാവിടെ ഇറങ്ങിപ്പോ. ഇതെന്താ സാധനം? സാമ്പാറാ. കല്യാണി, ഇതിൽ നിറച്ച് ഉപ്പാണല്ലോ. ഉപ്പോ? തന്നെ. ഉപ്പ് കറക്റ്റ് ആയിരുന്നല്ലോ. ഇതെങ്ങനെയാ സംഭവിച്ചേ? ഈശ്വര, ഇപ്പൊ എല്ലാരും ഫുഡ് കഴിക്കാൻ എത്തുമല്ലോ. ഇവങ്ങളെ ചതിച്ചോ? കല്യാണി, സാമ്പാർ വിളമ്പണ്ട. അതിന് മാത്രമല്ല ഉപ്പ് കഴിക്കുന്നുള്ളൂ. ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. അനികുഞ്ഞ് വേണ്ട. ചേച്ചി ഒന്ന് വന്നേ.